Welcome to BSc Main Physics. Semester 2, paper is heat and thermodynamics. This is unit 1, transfers of heat. And from this, we study the topic determination of determination of Stefan's constant experiment. Determination of Stefan's constant experiment that we study in this class, and this is class number M10. This is semester 2 BSc Main Physics. അതിൽ ആ പേപ്പർ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അതിൽ ഒരു എക്സ്പെരിമെൻ്റ് യൂണിറ്റ് 1 ട്രാൻസ്ഫറൻസ് ഓഫ് ഹീറ്റിലെ ഒരു എക്സ്പെരിമെൻറ്റ് ഈ സ്റ്റെഫാൻസ് കോൺസ്റ്റൻ്റ് കാണുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ഇവിടെ പറയുകയാണ്. സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, പക്ഷേ അല്പം ലെങ്തിയാണ്. സോ ഒരു ഗിയർ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റെഫാൻസ് കോൺസ്റ്റൻ്റ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ഈസ് ഗിവൺ ബിലോ. ഈ താഴെ കാണുന്ന എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് അത് നീറ്റായിട്ടൊന്ന് വരക്കണം. അത് ഞാനൊന്ന് മാഗ്നിഫൈ ചെയ്ത് കാണിക്കാം. ഇതാണ് അപ്പാരറ്റസ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ നോക്കുക. കാണുക, ഈ ഒരു പാർട്ടുകളൊക്കെ ഒന്ന് കാണുക. ഇത് നീറ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ബി എന്ന് പറയുന്നത് ഒരു ഹെമിസ്ഫെറിക്കൽ ബൗളാണ്. അതിന് താഴെ സി എന്നൊരു കവറിംഗ് ഉണ്ട്. കവറിങ്ങിന് താഴെ എസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റിനം സ്ട്രിപ്പ്, ഒരു മെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. അത് ഹെമിസ്ഫിയർ ഡി ഇ എന്ന് പറയുന്ന ബേസിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 തെർമോമീറ്ററാണ് ടിയും സ്റ്റീം സർക്കുലേറ്റയും ചൂടാക്കുക. പിന്നെ താഴെ ഈ സ്ട്രിപ്പ് എസ് ഉണ്ടല്ലോ, ആ സ്ട്രിപ്പിനെ ടച്ച് ചെയ്ത് ഒരു തെർമോകപ്പിൾ ജംഗ്ഷൻ ഉണ്ട്. തെർമോകപ്പിൾ അത് സിൽവർ കോൺസ്റ്റൻ്റ് തെർമോകപ്പിളാണ് ഉപയോഗിക്കുന്നത്. ആ തെർമോകപ്പിളിൻ്റെ ഒരു അറ്റ എഫ് എന്ന് പറയുന്ന ഒരു വാട്ടർ ബാത്തിലാണ്. വാട്ടർ ബാത്ത് നമുക്ക് ഡിസൈഡ് ടെമ്പറേച്ചറിൽ ഇഷ്ടമുള്ള ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ആ തെർമോകപ്പിൾ ജംഗ്ഷൻ കടന്നു പോകുന്നത് ഒരു കോട്ടൺ വൂൾ ജാക്കറ്റിനകത്ത് കൂടിയാണ്. അത് ടെമ്പറേച്ചർ സ്ഥിരമാക്കാൻ വേണ്ടിയാണ്. ആ കറണ്ട് ഗാലറിമീറ്റർ കാണിക്കും. അതൊരു റിയോസ്റ്റാറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ഹെമിസ്ഫെറിക്കൽ ബൗള് ബി, പിന്നെ താഴെ ഒരു പ്ലാറ്റിനം സ്ട്രിപ്പ് എസ്, അത് കവർ ചെയ്ത് ഒരു സി ഉണ്ട്. ആ കവറിൽ നിന്ന് പുറത്തേക്ക് ഒരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ തിരിച്ച് കവർ മാറ്റുകയും പഴയ സ്ഥാനത്തേക്ക് വെക്കുകയും ചെയ്യാം. സ്റ്റീം സർക്കുലേറ്റ് ചെയ്യും. ആ ചേമ്പറിനകത്ത് കൂടി ടെമ്പറേച്ചർ അളക്കാൻ, ഹെമിസ്ഫിയറിക്കൽ ബൗളിൻ്റെ ടെമ്പറേച്ചർ അളക്കാൻ തെർമോമീറ്റർ ടി ഉണ്ട്. എഫ് എന്ന് പറയുന്നത് വാട്ടർ ബാത്താണ്. പിന്നെ ഒരു കോട്ടൺ ബോൾ ബാത്തുണ്ട്. പിന്നെ ഒരു തെർമോകപ്പിൾ അറേഞ്ച്മെൻ്റ് ഉണ്ട്. കറണ്ട് അളക്കാൻ ഒരു ഗാലറിമീറ്റർ ഉണ്ട്. സോ എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ്, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. You look here. A simple laboratory method of determining Stefan's constant is shown in the figure. Stefan's constant കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. It consists of a hollow hemispherical metallic sphere. ഹോളോ എന്ന് വേണ്ട, ഹെമിസ്ഫെറിക്കൽ മെറ്റാലിക് സ്പിയർ ബി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു മെറ്റാലിക് സ്പിയറാണ്. ഹെമിസ്ഫെറിക്കൽ ബി about 25 cm diameter. The inner surface blackened. ആ സ്പിയറിൻ്റെ സ്പെറിക്കൽ സർഫസിൻ്റെ ഇന്നർ സർഫസ് ബ്ലാക്കൻഡ് ആണ്. ദിസ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ വുഡൻ ബോക്സ് ഡബ്ല്യു. ഒരു വുഡൻ ബോക്സിനകത്താണ് ഇരിക്കുന്നത്. ലൈൻഡ് വിത്ത് ടിൻ കൊണ്ടവിടെ നമ്മൾ അത് ലൈൻ ചെയ്തിരിക്കും. ദ വുഡൻ ബോക്സ് സെർവ്സ് ആസ് എ സ്റ്റീം ചേംബർ. സ്റ്റീം ക്യാൻ ബി പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ സ്റ്റീം സർക്കുലേറ്റ് ചെയ്യാൻ ആയിട്ട് ഈ വുഡൻ ചേംബർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Then the temperature of the hemisphere is same as that of the steam. The temperature of the chamber is measured with the thermometers T and T. Temperature again thermometer T ഉണ്ട്. The hemisphere B rests on a wooden platform DE. ഡി എന്ന് പറയുന്ന ഒരു വുഡൻ പ്ലാറ്റ്ഫോമിലാണ് ഹെമിസ്ഫിയർ റെസ്റ്റ് ചെയ്യുന്നത്. It has a small hole of about 2 centimeter diameter.
2 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സ്മോൾ ഹോൾ ഉണ്ട്. എ സ്മോൾ സിൽവർ ഡിസ്ക് യെസ് സിൽവർ പ്ലാറ്റിനം സിൽവർ ഡിസ്ക് യെസ് ബ്ലാക്കൻഡ് ഓൺ ടോപ്പ് സർഫസ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ഹോൾ. ആ ഹോളിൽ ഒരു ചെറിയ സിൽവർ ഡിസ്ക് വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്കൻ ചെയ്തതാണ്. ആൻ എബണൈറ്റ് കവറിങ് covering C is used to cover and uncover the disk from radiations of the enclosure. Enclosure radiation നിന്ന് ഡിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ ഡിസ്കിനെ നമുക്ക് കവർ ചെയ്യാനും അൺകവർ ചെയ്യാനും ഒരു സി എന്ന് പറയുന്ന ഒരു കവറിംഗ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഫ്രം ഔട്ട് സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാൻഡിൽ എച്ച്. പുറത്തേക്ക് ഒരു ഹാൻഡിൽ എച്ച് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇത് തിരിക്കുകയും മാറ്റുകയും ചെയ്യാം. One of the junctions of a silver constant thermocouple is soldered to the surface of the lower surface of the disk. Yes, ഇവിടെ ടെമ്പറേച്ചറാക്കാൻ നമ്മൾ ഒരു തെർമോകപ്പിൾ ഉപയോഗിക്കും. ആ തെർമോകപ്പിൾ സിൽവർ കോൺസ്റ്റന്റ് തെർമോകപ്പിൾ ആണ്. അതിലൊരു ജംഗ്ഷൻ ആ ഡിസ്കസിൻ്റെ സിൽവർ ഡിസ്കസിൻ്റെ ബാക്കിൽ പിടിപ്പിച്ചിരിക്കും. while the other end is placed in the water bath F. മറ്റേ അറ്റം കോൾഡ് ജംഗ്ഷൻ വാട്ടർ ബാത്ത് എഫിലാണ്. ദ എൻഡ് ഓഫ് കോൺസ്റ്റന്റ് വയേഴ്സ് ആർ സോൾഡഡ് ടു കോപ്പർ വയർ വിച്ച് ലീഡ് ടു എ മൂവിങ് കോയിൽ ഗാലമിറ്റർ ജി. കണ്ടടക്കാൻ ആ തെർമോകപ്പിളിൻ്റെ കോപ്പർ വയർ പിടിപ്പിച്ചിട്ട് ഗാലമീറ്ററിൽ കണക്ട് ചെയ്യും. ടു പ്രിവെൻറ്റ് എനി ഡിസ്റ്റർബിംഗ് എഫക്റ്റ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ ലീഡ്സ് ദ wires leading to the galvanometer are packed in cotton wool in the box A. എന്ന് പറയുന്നത് ഒരു കോട്ടൺ ബോൾ ബോക്സാണ്. അതിനകത്തു കൂടിയാണ് ഈ വയർ പാസ് ചെയ്യുന്നത്. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല പുറത്ത് നിന്ന്. എ ഹൈ റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ടു ഒബ്റ്റൈൻ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാലമീറ്റർ വിത്തിൻ ദ റേഞ്ച്. അപ്പോൾ റേഞ്ചിനുള്ളിൽ ഡിഫ്ലക്ഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഗാലമീറ്റർ കറണ്ട് നമുക്ക് ക്രമീകരിക്കാനായിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റും ഉപയോഗിക്കണം. അത് കാണിച്ചിട്ടുണ്ട് അവിടെ പടത്തിൽ. ദ സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ സിഗ്മ ഈസ് MC dt by dt a into t raised to 4 minus t1 raised to 4 minus t2 raised to 4. അപ്പോൾ സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് കാണാനും നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഈ കാണുന്നതാണ്. സിഗ്മ ഈസ് MC dt by dt by a into t1 raised to 4 minus t2 raised to 4. എന്താണ് ഈ ഫോർമുലയിൽ വരുന്ന ടേമുകളുടെ മീനിങ്? യു ലുക്ക് ഹിയർ. M ഈസ് ദ മാസ് ഓഫ് ദ സിൽവർ ഡിസ്ക്. യെസ്, അത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. C specific capacity of disk. Yes, silver. dt by dt rate of rise of temperature. Rate of rise of temperature dt by dt. A area of the upper surface of the disk. Yes, disk yes the upper surface area ആണ് capital A. T1 steady absolute temperature of the ഹെമിസ്ഫിയർ ബി. ഹെമിസ്ഫിയർ ബിയുടെ സ്റ്റഡി ടെമ്പറേച്ചർ ആണ്. അത് മിക്കവാറും സ്റ്റീം ടെമ്പറേച്ചർ ആയിരിക്കും. T2 the absolute temperature of S corresponding to the deflection of the galvanometer at the point P on the graph. ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരക്കുണ്ട് ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കാനായിട്ട്. എന്നിട്ടൊരു പി എന്നൊരു പോയിന്റ് എടുക്കും. ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ T2. അപ്പോൾ T2 കാണാനായിട്ട് തെർമോമീറ്റർ നോക്കിയാൽ പോരാ, ഗ്രാഫ് നോക്കേണ്ടി വരും. ഗ്രാഫ് തുടർന്നുള്ള ഡിസ്കഷനകത്ത് വരുന്നതാണ്. പ്രൊസീഡിയർ. ദി എക്സ്പെരിമെന്റ് ഹാസ് 2 പാർട്സ്. ഈ പരീക്ഷണത്തിൽ 2 പാർട്ടുണ്ട്. ഒന്നാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് തെർമോകപ്പിൾ. ആ തെർമോകപ്പിൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഓരോ ടെമ്പറേച്ചറിനും എത്ര കറണ്ട് കാണിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിലാണ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗ്രാഫ്. അത് നമ്മൾ X സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എടുക്കുന്നത് ടെമ്പറേച്ചർ Y ആക്സിസ്. ഗ്രാഫ് AC എന്ന് കിട്ടും. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ബിഫോർ പാസിംഗ് സ്റ്റീം ഇൻ ടു സ്റ്റീം ചേമ്പർ W ദ സിൽവർ ഡിസ്ക് S ഈസ് അറ്റ് ദ റൂം ടെമ്പറേച്ചർ. ആദ്യം സിൽവർ ഡിസ്ക് S റൂം ടെമ്പറേച്ചർ ആയിരിക്കും.
If the water bath is heated to a suitable temperature, water bath ചൂടാക്കണം. Now, the junctions of the thermocouple in the water bath becomes the hot junction and that of the disk becomes the cold junction. The difference of temperature between the two thermojunctions causes a current to flow through the galvanometer. Their rheostat is so adjusted that deflection does not go beyond the scale at the maximum temperature of the water bath. വാട്ടർ ബാത്ത് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കാം. അപ്പോൾ 100 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് കൂടിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ട് ആ സ്കെയിലിന് പുറത്തേക്ക് ഡിഫ്ലക്ഷൻ മാറാൻ പാടില്ല, സ്പോട്ട് അല്ലെങ്കിൽ അതിൽ ഇൻഡിക്കേറ്റർ മാറാൻ പാടില്ല. The water bath is heated at various temperature of the hot junction. The corresponding deflection exists deflection നോട്ട് ചെയ്യണം. നോട്ട് ഡിസ്റ്റൻസ് എക്സിസ് ഡിഫ്ലക്ഷൻ, ഗാലമിൻ്റെ ഡിഫ്ലക്ഷൻ എക്സ് എന്ന് പറയുന്നത്, അത് നോട്ട് ചെയ്യണം. അത് മൂവിംഗ് കോയിൽ അലോമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. A graph is plotted with temperature T of the two junctions against the corresponding galvanometer difference x. അപ്പോൾ നമ്മൾ ഈ ഓരോ ടെമ്പറേച്ചർ ഡിഫറൻസ് Tക്കും ഗാലമീറ്റർ ഡിഫറൻസ് എക്സ് നോട്ട് ചെയ്യണം. അപ്പോൾ വാട്ടർ ബാത്ത് നമ്മൾ ക്രമേണ ചൂടാക്കിയാണ്, മറ്റേ ജംഗ്ഷൻ ആ ഡിസ്കിൻ്റെ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ വാട്ടർ ബാത്ത് ഇങ്ങനെ ചൂടാകുമ്പോൾ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാകും. ആ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ എക്സ് ടെമ്പറേച്ചർ T നോട്ട് ചെയ്യണം. അത് വെച്ചിട്ട് നമ്മൾ ഗാലമീറ്റർ ഡിഫറൻസ് നോട്ട് ചെയ്യണം. ഇവ രണ്ടും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് എക്സ് ടി ഗ്രാഫാണ്. T temperature difference and x deflection in the galvanometer. The graph is a straight line. The slope of the graph gives the temperature difference between the junctions for unit deflection. Unit deflection ഉള്ള ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണിക്കുന്നത്. ദാറ്റ് ഇസ് DT/dx is BC/AB. അത് ആ ഗ്രാഫിൽ നോക്കിയാൽ കാണാം. നമുക്ക് തിരിച്ചു പോയി നോക്കാം ഗ്രാഫ്. അപ്പോൾ ഇവിടെ DT/dx, DT y ആക്സിലാണ്, dx x ആക്സിലാണ്. ഇപ്പോൾ DT/dx എന്ന് പറഞ്ഞാൽ BC/AB, അതിൻ്റെ സ്ലോപ്പ് BC/AB ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കണം, BC/AB. ഇനി അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെൻ്റ് എന്താണ് നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദി എക്സ്പെരിമെൻ്റ് measurement of time rate of rise of temperature DT/dt. ടൈം റേറ്റ് ഓഫ് റൈസ് ഓഫ് ടെമ്പറേച്ചർ, ടൈം വെച്ചിട്ട് ടെമ്പറേച്ചർ എങ്ങനെ കയറുന്നു മാറുന്നു എന്നുള്ളതാണ് നടക്കുന്നത്. ദ ഡിസ്ക് എസ് ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് സി. ആ ഡിസ്ക് സി നമ്മൾ കവർ ചെയ്യണം, എസിനെ നമ്മൾ കവർ കൊണ്ട് സി കൊണ്ട് കവർ ചെയ്യണം. ആൻഡ് ദ സ്റ്റീം ഈസ് പാസ്ഡ് ത്രൂ ദി സ്റ്റീം ചേംബർ. After some time, the thermometer T and T show a steady temperature. The water bath F ആണ് കേട്ടോ, KL F1. F is kept at room temperature. Room temperature സൂക്ഷിക്കണം. With the help of the handle ledge, the cover is tilted so that upper surface of the disc receives radiation from the hemisphere. അപ്പോൾ നമ്മൾ ആ ഡിസ്കസിൻ്റെ കവർ മാറ്റണം. അപ്പോൾ ആ ചേമ്പറിൽ നിന്ന് റേഡിയേഷൻ വന്ന് ഈ സിൽവർ ഡിസ്കിൽ പതിക്കും. ദ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽമീറ്റർ ആർ നോട്ടഡ് അറ്റ് എ റെഗുലർ ഇൻറ്റർവൽസ് ഓഫ് ടൈം, സേ 10 seconds. എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് വിത്ത് ടൈം T against the deflection X of the galvanometer. The reciprocal of the slope of the graph is determined and at a convenient point P along the curved position of the graph. This gives. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫിൻ്റെ ചിത്രം നിങ്ങൾ നോക്കുക. ഇതാ രണ്ടാമത്തെ ഗ്രാഫ്. ഒരു കർവ്ഡ് പോർഷനുണ്ട്. നമ്മൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് സെലക്ട് ചെയ്യണം. ഒരു പ്രത്യേക ഡിഫ്ലക്ഷനുള്ള പോയിൻ്റാണ്. അവിടെയുള്ള സ്ലോപ്പിൻ്റെ റെസിപ്രോക്കൽ, സ്ലോപ്പ് B'(C')/A'(B' ആണ്. റെസിപ്രോക്കൽ A'(B')/B'(C' ആണ്. അത് കണ്ടുപിടിക്കണം. അത് dx/dt ആയിരിക്കും. ഓക്കെ, മനസ്സിലാകും. A'(B') താഴെ dx, B'(C') ലെഫ്റ്റിൽ അത് dt ആണ്.
ടൈമാണ്, ടൈം ഡിഫറൻസ് ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എ ഡാഷ് ബി ഡാഷ് ബൈ ബി ഡാഷ് സി ഡാഷ് എന്ന് കിട്ടും. ഇക്വേഷൻ 1 നേരത്തെ ഉണ്ട്. ഇക്വേഷൻ 2 ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ഇക്വേഷൻസ് 1 into 2. Multiplying dx will cancel. We get a dt by dt equal to bc by ab into a dash b dash by b dash c dash. അത് കണ്ടുപിടിക്കണം. അതാണ് dt by dt, ടെമ്പറേച്ചർ ബൈ ടൈം. ഇനി ഇതിനൊരു തിയറി ഉണ്ട്. നമ്മൾ ആ ഫോർമുല കിട്ടുന്ന രീതിയാണ് പറയുന്നത്. തിയറി. Let T1 be the steady temperature of the hemispherical black body B, and T2 is the temperature of the disk S corresponding to the point P when the rate of deflection is dx by dt. But even വളരെ ഈസിയാണ് നമുക്ക് പറയാനായിട്ട്. ആ ഹെമിസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറാണ്, ഹെമിസ്ഫിയറിക്കൽ ബോക്സിൻ്റെ ടെമ്പറേച്ചറാണ്. എന്നാൽ T2 എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആകണം. T2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രാഫിൽ നമ്മൾ പി എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ എക്സ് ഉണ്ട്. ആ എക്സ് കറസ്പോണ്ടിങ് ആയി ടെമ്പറേച്ചർ ഫസ്റ്റ് ഗ്രാഫിൽ നിന്ന് പിടിക്കണം. അതാണ് T2. നോക്കിയാൽ മനസ്സിലാകും. T1 be the steady temperature for the hemispherical black body, and T2 K the temperature of the disk S corresponding to point P, at which point P സെക്കൻഡ് ഗ്രാഫിലാണ് ഉള്ളത്. അവിടെ ഡിഫ്ലക്ഷൻ നേരെ കീഴ്പോട്ട് നോക്കണം, എക്സ്. At which the rate of deflection dx by dt is taken. Quantity of heat radiation received by unit area of S in unit time from the black body at T1 case, E1 is sigma T1 raised to 4. ആ ഡിസ്ക് റിസീവ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവാണ് E1 is sigma T1 raised to 4. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ഏരിയ എസ് ഈ യൂണിറ്റ് ടൈം E2 is sigma T2 raised to 4. T2 ടെമ്പറേച്ചർ പ്രത്യേകം ഓർക്കുക. Hence heat gained by unit area of the disk in unit time E1 minus A2 is sigma T1 raised to 4 minus T2 raised to 4. If A is the area of the upper surface of the disk, rate of heat absorbed with the disk Q is sigma A. അപ്പോൾ ഇയാളാണ് അതിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇ എ ആണ് ക്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യൂ ഈസ് ഇക്ക് പകരം ആ മുകളിൽ കാണുന്ന വില കൊടുക്കേണ്ടത് സിഗ്മ T1 raised to 4 minus T2 raised to 4 എ കൊണ്ട് വിളിക്കണം. അപ്പോൾ സിഗ്മ എ T1 raised to 4 minus T2 raised to 4, അതാണ് ക്യൂ. ആ ക്യൂ നമ്മൾ വേറൊരു തരത്തിൽ കണ്ടുപിടിക്കും. If M is the area, C specific capacity, and dt by dt is the rate of rise of temperature of the disk, Q is mc dt by dt. Both Q we can equate. Sigma A T1 raised to 4 minus T2 raised to 4 is mc dt by dt. Sigma is equal to mc dt by dt by A into T1 raised to 4 minus T2 raised to 4. This equation we have written initially. Previously we have written. And the only unknown quantity we have to put here is T2. And that is once again mentioned here. To find T2, the deflection of the galvanometer corresponding to point B. Point B second graph നോക്കണം. Point B in the second graph is noted first. We can get the difference in temperature between the junction for this deflection from the first graph. This is called, this is added to the initial temperature of the disk, that is room temperature, to get T2 in degree C. It is then converted into Kelvin. Temperature Kelvin വേണം substitute ചെയ്യാൻ. That is all. And the question
based on this essay is describe with the theory an experiment to determine Stefan's constant. സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പരീക്ഷണം പറയുക, തിയറിയും പറയണം. കംപ്ലീറ്റ് ചെയ്താൽ മതി.